ഇപ്പം നമ്മൾ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഈ IC വേണമെന്ന് പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സിനിമയിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയങ്ങൾ, അതിലുള്ള രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. നമ്മളതാണ് ആദ്യം അന്വേഷിക്കുന്നത്. അപ്പോൾ IC ഉണ്ടായിരുന്നു എന്നറിയുന്നു. പക്ഷേ അപ്പോൾ പിന്നെ അടുത്തൊരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICയുടെ കയ്യിൽ നിന്ന് നമുക്കിത് സംബന്ധിച്ച ലെറ്ററുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്തൊരു ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന രീതിയിൽ ഇവരെ വിളിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാനാണ് വിൻസിയെ വിളിച്ച് സംസാരിക്കുന്നത്. അവരോട് ഈ കാര്യം വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, ഞാനിത് ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ ജസ്റ്റ് എനിക്കിനി ഇത്തരം ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാത്രം നിർത്താൻ വേണ്ടി ചെയ്തതാണ് ചേച്ചി. എനിക്ക് ഉറപ്പ് കിട്ടുമെങ്കിൽ, ഇത് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഉറപ്പ് കിട്ടുമെങ്കിൽ മാത്രം ഞാൻ ഈ പരാതി തരാമെന്നാണ് അവരാദ്യം പറഞ്ഞത്. കൂട്ടത്തിൽ അവർ എൻ്റെ അടുത്ത് നിന്ന് എടുത്തൊരു അഷ്വറൻസ് ഉണ്ടായിരുന്നു, ഇത് പിന്നെ സിനിമയുടെ പേരോ നടൻ്റെ പേരോ മറ്റു കാര്യങ്ങളോ പുറത്തു വരാൻ പാടില്ല. ഈ വിഷയം ഞാൻ അന്ന് ഞങ്ങളുടെ ചെയർമാൻ ഇത്തിരി തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ സജി നന്ദിയായിട്ടും സജിതാ മഠത്തിലുമായിട്ട് ഞങ്ങൾ കോൺകോളിൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് പിന്നീട് സജിത ചേച്ചിയും സജി ചേട്ടനും അവരോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് അവർ ഈ കംപ്ലയിൻറ്റ് വാങ്ങിക്കുന്നത്. ഇതിൽ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ സംഘടനകൾ, അതായത് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്ക് ഈ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ സംഘടനകളുടെ അംഗങ്ങളും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നീട് അതൊരു ഇൻഡിവിജ്വൽ സംഘടനകളിലേക്ക് ഇവിടുന്ന് ഒരു തീരുമാനം വരാതെ കത്ത് പോകേണ്ട ആവശ്യം ഇല്ല. ഈ നിയമങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു കംപ്ലയിൻറ്റ് ആ കുട്ടിക്ക് കൊടുക്കാനുള്ളൊരിത് വരികയും അങ്ങനെ ആ കുട്ടി കൊടുക്കുകയും ചെയ്തു. അഭിലാഷ്, ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ 2 ദിവസം മുന്നേ 16-ാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ, രാത്രി 10:30 മണിക്കാണ് ഞങ്ങളുടെ മെയിലിലേക്ക്, അതായത് മിനിഞ്ഞാന്ന് രാത്രി 10:30 മണിക്കാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെയിലിലേക്ക് ഇവരുടെ വിൻസിയുടെ കംപ്ലയിൻറ്റ് വരുന്നത്. ആ കംപ്ലയിൻറ്റ് വന്നു എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് ചേംബറിൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ് എനിക്ക് ആ ഇൻഫർമേഷൻ തരുന്നത്. ആ ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഒരു ജസ്റ്റ് കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, അമ്മയ്ക്ക് വിൻസി പരാതി കൊടുത്തു, പരാതിയിൽ നടൻ്റെ പേരും. എന്നിട്ട് ആ ചാനലിൻ്റെ പ്രസ്തുത വ്യക്തി ഇരുന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. ഇനി താങ്കൾ പറയൂ അഭിലാഷ്, എവിടുന്നായിരിക്കാം അത് പുറത്തേക്ക് പോയത്? എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെയിലിൽ നിന്ന് അത് പുറത്തേക്ക് പോയില്ല. കാരണം ഞങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്നല്ല പോയത്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞത് അമ്മയിൽ നിന്നാകാം പോയത്, ആകാം എന്നല്ലേ പറയാൻ പറ്റൂ? ആണെന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കില്ല. കാരണം ആ പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ആ ചാനലിൽ അത് അദ്ദേഹം വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ കംപ്ലൈന്റ് വന്ന് വീഴുമ്പോ തന്നെ അവിടെ ആ വീഡിയോ വന്നെങ്കിൽ അപ്പൊ അത് പുറത്തേക്ക് പോയല്ലോ. കംപ്ലൈന്റിന്റെ വിശദാംശങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അതിൽ അവലോകനം ചെയ്യുന്നത്. ജസ്റ്റ് മെയിൽ എത്തിയിട്ടേ ഉള്ളൂ. അതെ, അമ്മയിൽ നിന്നാവാം. അപ്പൊ പിന്നെ പിറ്റേ ദിവസം രാവിലെ പക്ഷേ ചാനലുകളിൽ നമ്മൾ കാണുന്നു. പോയിട്ട് ഞങ്ങളുടെ പുതിയ മെയിലായിരുന്നു ഞങ്ങൾക്ക്. അഭിലാഷ്, ഞങ്ങൾക്ക് അഭിലാഷ് അമ്മയ്ക്ക് പരാതി അയച്ചിരുന്നു. അത് എന്നോട് പറഞ്ഞത് വിൻസിയാണ്, റാണിയാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ മെയിലിൽ വന്നോന്ന് ചെക്ക് ചെയ്യണം. ഞാൻ കോട്ടയത്തായിരിക്കുന്നത്. സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഗിരീഷ് സ്റ്റാഫ്, അദ്ദേഹം വീട്ടിലാണ്. അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. 11:00 കൂടിയാണ് ഞങ്ങൾക്ക് മെയില് കറക്റ്റ് ആയത്. അതിനു മുമ്പ് ഇവിടെ ചാനലിൽ വേറെ യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇത് അറിയുന്ന അപ്പോഴാണ്. അപ്പൊ ഞങ്ങൾക്ക് പോലും പരാതി കാണുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ വന്നു. ഞങ്ങളാണ് വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ അഭിലാഷ്? ഈ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ ഈ പറയുന്ന പ്രസ്തുത സജി നന്ദിയാട്ട് അദ്ദേഹം ചേംബറിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഞങ്ങളുടെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതിൻ്റെ ചെയർമാൻ ശ്രീ സുരേഷ് കുമാർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും അംഗങ്ങളുണ്ട്. അതായത് ഇത് പുറത്തേക്ക് പോയത് ചേംബറിൽ നിന്നാണ് എന്ന് ആരോപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനകളിൽ ഓരോന്നിൻ്റെയും മെമ്പേഴ്സ് ഞാനടക്കമുള്ളത് അതിൽ ഉത്തരവാദികളാണ്. കാരണം ഇത് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന സുരേഷ് ഏട്ടനാണെങ്കിലും സജിയേട്ടനാണെങ്കിലും ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയില്ലേ? എന്ത് കിട്ടുന്നു? കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മളെ ഇതിനെ ഏൽപ്പിച്ച ആളുകൾ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു? സംഘടനകൾ ഇൻഡിവിജ്വലി ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവർ ചെയ്ത കാര്യം അവർക്ക് അറിയണ്ട. അപ്പൊ ഇത് ചോദിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇതിനും ഉത്തരം പറയേണ്ടി വരുമല്ലോ. വിൻസി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ആ കുട്ടി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കാതെ വരേണ്ടി വരുന്നു. വന്നു കഴിയുമ്പോൾ ആ കുട്ടി കാരണം സിനിമ ബാധിക്കപ്പെടും എന്നത് ആ കുട്ടിയെ അന്നും ഇന്നും വേദനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു